السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم تسليما من قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. صدق الله المولان العظيم. لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മുഅ്മിനായ മനുഷ്യന്മാർ, സാക്ഷാൽ മുഅ്മിനായ മനുഷ്യന്മാർ ദ്വാരക്കടാർ അല്ല ചൊല്ലും. നിങ്ങൾ അല്ലദീന യഖൂലൂന അങ്ങ് ചൊല്ലാർ റബ്ബനാ, ഓ ഞങ്ങളെ റബ്ബേ, ഓ ഞങ്ങളോ രക്ഷിതാവേ, ആമന്നാ ഞങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസം വെച്ചരാ, ഫഗ്ഫിർ ലനാ ഞങ്ങളുടെ ദോഷത്തിന് മാഫാക്കല്ല, ദുനൂബന ഞങ്ങളുടെ ദോഷത്തിന് ഫഗ്ഫിർ ലനാ ദുനൂബന ഞങ്ങളുടെ ദോഷത്തല്ല നീ മാഫാക്ക അല്ല, വഖിന അദാബന്നാർ നരകത്തൊട്ട് ഞങ്ങളെ നീ ബച്ചാവാക്ക അല്ല എന്ന് നല്ല യഥാർത്ഥ ഈമാൻ മനുഷ്യന്മാർ ദ്വാരക്കിടാറ്. എന്ന് ചൊല്ലാറ് അല്ല ചൊല്ലും, അള്ളാഹ് ചൊല്ലും. ഞങ്ങൾ എന്താവണം, അങ്ങനെ ആവണം. ഞങ്ങൾ മനുഷ്യന്മാർ നെനപ്പാക്കട കാട്ടി ആറാ അള്ളാഹുടെ നെനപ്പാക്കടങ്ങാവണം. ഞങ്ങൾ മനുഷ്യന്മാരെ നെനപ്പില്ല, അള്ളാഹുടെ നെനപ്പ്. അത് പിന്നെ അള്ളാഹുടെ നെനപ്പിന്നത് കൊണ്ട് മനുഷ്യന്മാർക്ക് പരോപകാരം. ദുനിയാവുടെ നെനപ്പ് കാട്ടി ആറ് ആഖിറത്തെ വിഷയത്തിൽ നെനപ്പിക്കൊണ്ടു. പിന്നെ ഞങ്ങൾക്കൊരു നല്ല കാര്യങ്ങളുണ്ട്, അതിൻ്റെ ബഗിൽ ഒന്നും ഞങ്ങൾ പാടം ഈ ആലോചനകൾ എന്തിപ്പോൾ എത്ര റമദാൻ 10 ഖത്ം ഓതി അതിനെ വിട്ടുവിടണം ചെയ്യുന്നെങ്കിൽ അങ്ങനത്തെ നല്ല കാര്യമൊക്കെ ഇതിലെല്ലാം മറന്നു വിടണം. പിന്നെന്താക്കണം, ഞങ്ങൾ ആകെ തപ്പിട നനപ്പി വെച്ചിട്ട് അതിനെ ബഗിൽ ഓർത്തുകൊണ്ടേക്കണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരെ ഞങ്ങളോ ജീവിതത്തെ ബഗിൽ, ഞങ്ങളെ ജീവനത്തെ ബഗിൽ ഒന്നും ചിന്തിക്കണ്ട. ഞങ്ങളെ ആഖിറത്തെ ബഗിൽ, അതായത് മരണാനന്തരത്തെ ബഗിൽ മൗത്തിൻ്റെ ബഗിൽ ഞങ്ങൾ ചിന്തിക്കിടങ്ങാണ്. ഞങ്ങളോ ഞങ്ങൾ എന്താക്കണം, വേറെങ്ങളെ തപ്പ് കണ്ടുപിടിക്കുക തരാം. ഞങ്ങളെ തപ്പിടമേ കണ്ടുപിടിക്കിറങ്ങാൻ ഞങ്ങൾ ആവണം. എന്നെങ്കിൽ ഞങ്ങൾ ഭയങ്കര നല്ലങ്ങാവിടെ. ഞങ്ങൾക്കൂടൊക്കെ 3 കാര്യം എന്താവില്ല, നിഷ്ഫലാവണമില്ല. ഞങ്ങൾക്ക് ഒരു പാട് കാര്യങ്ങളല്ലേ, അതിൽ 3 കാര്യം ഫെയിലാവണമില്ല. ഞങ്ങൾക്കേ കിട്ടും. ഞങ്ങൾക്കൂടെ എല്ലാം പ്രവൃത്തി കൊണ്ട്, ഞങ്ങളുടെ നാവ് കൊണ്ടും ഞങ്ങൾക്ക് കടം കൊണ്ട്, ഞങ്ങളുടെ വ്യവഹാരം കൊണ്ട്, നാലെല്ലാം ഞങ്ങൾക്ക് സൽക്രമെല്ലാം എല്ലാം അവിടെ 4 ആഖിറത്തിൽ ധാരങ്ങൾ കൊടുക്കപ്പെട്ടു. അതുകൊണ്ട് കടയുന്ന മനുഷ്യന്മാർ വെരി ഡേഞ്ചർ. ഉറപ്പ് ആ മുസ്ലിമിനെ കടം സമയത്തേക്ക് കൊത്തിയാൽ എല്ലാം കൊടുത്തു വിടണം. ഇല്ലെങ്കിൽ അവൻ്റെ കാൽ പിടിച്ചെങ്കിൽ ഇതില്ല, മാഫി കൊണ്ടു പുറത്തപ്പെട്ട് മാഫാക്ക് മന്നാക്ക് എന്ന് ചൊല്ലണം. ബാക്കി ഇന്ന് എല്ലാ വിഷയവും അവൻ്റെ കൈബച്ചെന്ന് 2 നമ്പലാക്കിയത് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ താസാറാക്കിയത് നിസ്സാറാക്കിയത് ഇതെല്ലാം അള്ളാഹു മാഫാക്കില്ല. അത് അള്ളാഹു മാഫാക്കണമെങ്കിൽ അങ്ങോട്ടേ മാഫ് കേൾക്കണം. അവിടെ ഇല്ലെങ്കിൽ അവൻ എന്താവണു, മുഫ്ലിസ് അവിടെ 4 ആഖിറത്തിൽ എന്താ ദിവാളി ചെന്നി മുഫ്ലിസ് എന്തും ഇല്ലാതെ പാപ്പർ അവിടെ എന്ന് ലഭിച്ചെന്ത് ആയെങ്കിലും ഉണ്ടല്ലേ. ഈ ഇങ്ങനെല്ലാം ഞങ്ങൾക്ക് സത്കർമ്മം വേറെങ്ങ് പോയിട്ടെങ്കിലും 3 കാര്യം മാത്രം ആർക്കും പോകണ്ടമില്ല. 3 കാര്യം നമുക്കേ കിട്ടും. അതെന്തോന്നു, അതൊന്നും അള്ളാഹുടെ പുറത്തത്ത് കാര്യം പിടിക്കണം. നോമ്പ് അതുകൊണ്ട് എന്താക്കണം, സുന്നത്ത് നോമ്പ് അപ്പം പിടിച്ചോണ്ടിക്കണം. പറന്ന് നോമ്പ് അങ്ങനെ പിടിച്ചല്ല, ഞങ്ങൾ പറന്ന് നോമ്പ് പിടിക്കണം, സുന്നത്ത് നോമ്പ് ഞങ്ങൾ പിടിച്ചോണ്ടി നോമ്പിട. അത് അള്ളാഹല്ലാണ്ട് വേറെ ആർക്കും കൊത്തില്ല. നോമ്പ് പിടിച്ച വിഷയം അള്ളാഹല്ലാണ്ട് വേറെ ആർക്കും കൊത്തില്ല. ഓൺ എവിടെ വേണേ എന്തിനു വേണേ കിട്ടിക്കുമ്മയല്ലേ, അത് അള്ളാഹല്ലാണ്ട് വേറെ ആർക്കും കൊത്തിക്കല്ല. അതുകൊണ്ട് തന്നെ നോമ്പ് ഓടോ കൂലി വേറെ ആർക്ക് പോകണ്ടമില്ല, ഊണികേ കിട്ടും. എന്തുകൊണ്ട് കിട്ടുമോ, അത് അള്ളാഹ് മാത്രമേ കൊണ്ടുള്ളൂ. അതുകൊണ്ട് ഊണികെ കിട്ടും, അത് ആർക്കും പോകണ്ടമില്ല. 4 ആഖിറത്തിൽ മുഫ്ലിസ് ദിവാളി ചില പാപ്പറാടല്ല, ആ പാപ്പറാട് ടൈമിൽ ആവുണ്ടോ നോമ്പ് പിടിച്ചതിന് കൂലി വേറെ അങ്ങ് പോകണ്ടമേ ഇല്ല. രണ്ടാമത്തെ നോക്കുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂൽ പേരിൽ ചൊല്ല സ്വലാത്ത്, അള്ളാഹുൻ്റെ റസൂലിൻ്റെ പേരിൽ ചൊല്ല സ്വലാത്ത് ആർക്കും പോകണ്ടമില്ല, ഊണികെ കിട്ടും. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചെല്ലങ്ങാണ്. اللهم صل على سيدنا محمد صلى الله عليه وسلم في الله صلاة دائمة بدوام ملك الله عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته ധാരാളം സ്വലാത്ത് ചെല്ലങ്ങായിട്ടെങ്കിൽ ഞങ്ങളെ സ്വലാത്തിൻ്റെ കൂലി വേറങ്ങ് വല്ല കൊടുക്കണമേ ഇല്ല. ഞങ്ങൾക്ക് കിട്ടിയ 3 കാര്യത്തിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, 3ാമത്തെ കാര്യം നല്ല അങ്ങനെ ബഹുമാനിക്കണം. ഉസ്താദിനെ ബഹുമാനിച്ച് നൊമ്പലാക്കിയിട്ടില്ല. ഒരു ഉസ്താദിനെ അവൻ നൊമ്പലാക്കിയിട്ടില്ല. 100 ഉസ്താദ് അവൻ പിരിച്ച് വെച്ചാൽ ഒരു ഉസ്താദെ ഭയങ്കര നൊമ്പലാക്കില്ല ചെന്ന് 100 ഉസ്താദെ പിരിച്ച് വെച്ച് അവന് കൂലില്ല. എന്തുകൊണ്ട് അവನು ಉಸ್ತಾದರ ಕಾರ್ಯമായ ನಂಬಲಾಕಿರ. അതുകൊണ്ട് ಅವನಿಗೆ ഒന്നുമില്ല. അഹ്ലുബൈത്ത് 100 ആളെ പിരിച്ച് വെച്ചിര. ഒരു അഹ്ലുബൈത്തിട്ട് അവനക്ക് അർസ അവൻ്റെ ചെന്നു നബി ചെന്നു അഹ്ലുബൈത്തിട്ട് അർസുള്ളങ്ങ് അവന് മുനാഫിക്കുണ്ട്.
മുനാഫിക്ക് ചെന്നു. തങ്ങന്മാരുടെ 6 വർഷമുള്ള അവണ് മുനാഫിക്ക് എന്ന് ചെന്നു. അതുകൊണ്ട് തങ്ങന്മാരുടെ 6 വർഷമില്ലാണ്ട് അങ്ങനെ ഭയങ്കര ബഹുമാനിക്കണം. അങ്ങനെ എത്ര വലിയ തപ്പ് വന്നിട്ടുണ്ടെങ്കിലും തപ്പ് ഒന്നും കണക്കിട്ട് കണ്ട ഞങ്ങൾ അള്ളാഹുവായിട്ട് സബർ ചെയ്തിട്ട് എല്ലാം അങ്ങും കൂടി മാഫാട്ട് എന്നുള്ള ദൂവർക്കുള്ള വിശാല മനസ്സുണ്ടാക്കണം. അങ്ങനെ തങ്ങന്മാരെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ബഹുമാനിക്കണം, ആലിമിങ്ങളെ ബഹുമാനിക്കണം, മുത്താലിന്മാരെ ബഹുമാനിക്കണം, അതുപോലെ മുഅല്ലിംമാരെ ബഹുമാനിക്കണം, പള്ളിയുടെ ബഹുമാനിക്കണം. നല്ല സ്വാലിഹ്യങ്ങളെല്ലാവരും ബഹുമാനിച്ചു ആ കൂലി വേറെ ആർക്കും അല്ല കൊടുക്കണമേ ഇല്ല. അത് 4 ആഖിറത്തിൽ അവനിക്ക് കിട്ടുന്നത് ബഹുമാനം. അതെന്തുകൊണ്ട് ബഹുമാനം കിട്ടിയാണോ? അവൻ അള്ളാഹു ബഹുമാനിച്ച് ആലും ചെന്നിട്ട് ബഹുമാനിച്ചല്ലേ. അതുകൊണ്ട് ബഹുമാനം വലിയ വിഷയം. തഅലീം അള്ളമഹുല്ലോ, അള്ളാഹു ബഹുമാനിച്ച് എല്ലാത്തരം ബഹുമാനിക്കണം. അത് ബഹുമാനിച്ചോ എന്തെല്ലാം ബഹുമാനിച്ചോ. അതുകൊണ്ട് ഓണിക്ക് എതിരെ കൂലിക്കിട്ട് അത് 6 ആൾക്കും 4 മുഫലിസായിട്ട് ഓണിക്കും ഓണ്ട എല്ലാ സത്കരം വേറെ കൊടുക്കപ്പെട്ടിട്ട് അത് കൊടുക്കപ്പെടില്ല എന്ന് മഹാന്മാർ ചെന്ന് വെച്ചാൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ 3 കാര്യം ധാരാളമാക്കുന്ന അള്ളാഹു അവതാകട്ടെ. ഒന്ന് നോമ്പ് പിടിക്കണം, ഒന്ന് സലാത്ത് ധാരാളം ചെല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദ് محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدر المقدار العظيم. അങ്ങനെ ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വാലിഹ്യങ്ങളെല്ലാവരും ബഹുമാനിക്കുക. ആരും നിന്നിക്കാണ്ട് അങ്ങനെ പ്രത്യേകമായിട്ടും പ്രത്യേക അഹ്ലു ബൈത്ത് ആലിമുകളെ മുത്താലിന്മാരെ പള്ളിയുടെ ബഹുമാനിക്കുക. നല്ല അങ്ങനെ സജ്ജനർ അള്ളാഹുനെ കാണുമ്പോൾ അള്ളാഹുടെ അങ്ങനെ കണ്ടവർക്ക് അള്ളാഹുടെ തന്നെ പോകണം. അങ്ങനത്തെ അങ്ങനെ എല്ലാം ബഹുമാനിച്ചും കൊണ്ട് അഹ്ലു ബൈത്ത് അങ്ങനെ കണ്ടവർക്ക് അള്ളാഹുടെ തന്നെ പാവില്ലെങ്കിലും അങ്ങനെ ബഹുമാനിക്കണേ. അങ്ങനെല്ലാം ബഹുമാനിച്ചും കൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുടെ തൃപ്തി അള്ളാഹുടെ റിള സമ്പാദനമാക്കുക. അതൊക്കെ അള്ളാഹു നമ്മൾ ഭാഗ്യം നൽകട്ടെ. അങ്ങനെല്ലാ പ്രവർത്തനവും സ്വീകരിക്കുക റഹ്മാൻ. അങ്ങനെല്ലാവരും ഖൈർ അഹ്ലുകാരെ കൊടുത്താക്കുക. അങ്ങനെ സർവ്വദോഷം നീ മാഫാക്കുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.